നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ലാത്തൊരടുപ്പം നിങ്ങളുടെ മോളോട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്തോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും. രാധികയും നിങ്ങളെയൊക്കെ കാണാൻ. മാഡം എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി രാധികെ. നിങ്ങളെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോവാൻ തുടങ്ങുകയായിരുന്നു. അയ്യോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങള് മോളെ വിവാഹം കഴിച്ച ആഴ്ച വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആ, അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നേ. കുറെ നേരം കാത്തു നിന്നു അല്ലേ? അത് സാരമില്ല. എന്തായാലും വൈകുന്നേരം തിരിച്ചു വരണമെന്ന് കരുതിയാ ഞാൻ പോകാൻ തുടങ്ങിയത്. അല്ല, അകത്തേക്ക് വരിക. ആ വരൂ. പ്രിയ. ശരി മാഡം. ഇരിക്കും മാഡം. അങ്ങോട്ടിരിക്കുക. നമ്മുടെ നാട്ടില് വിവാഹത്തിന് ശേഷം വേണ്ടതും വേണ്ടാത്തതൊക്കെ കുറെ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നാട്ടു നടപ്പായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. എനിക്കറിയാം. പിന്നെ ഇത്തരം സന്തോഷമുള്ള ചടങ്ങുകളല്ലേ നമ്മുടെ ജീവിതത്തിന് കുറച്ചെങ്കിലും പൂർണ്ണത തരുന്നത്. അല്ലേ തിരുമേനി? ആ, അതും സത്യ. രാധിക ഇങ്ങ് വാ. ഞാനിതെല്ലാം രാധികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. അയ്യോ, എന്തിനാ മാഡം ഇതൊക്കെ? ആദ്യം ഇത് വാങ്ങിക്ക്. താങ്ക് യു. വല്ലാത്തൊരടുപ്പം നിങ്ങളുടെ മോളോട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്തോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും. രാധികയും നിങ്ങളെയൊക്കെ കാണാൻ. അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഇവള് മുഴുവൻ നേരവും ഇപ്പോ മാഡത്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തിരുമേനി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് അങ്ങ് സമ്മതിച്ചു തരണം. എന്താണാവോ? നാളെ എനിക്കിവിടെ സ്റ്റുഡിയോയില് ഒരു ഡബ്ബിംഗ് ഉണ്ട്. ഞാൻ കുറെ നേരം അവിടെ ഉണ്ടാവും. ഒരു കൂട്ടിനായിട്ട് രാധികയെ എന്നോടൊപ്പം ഒന്ന് അയക്കാമോ? പിന്നെന്താ? എന്താ മോളെ, പോവാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലച്ചാ, എനിക്കിഷ്ടാ. എങ്കിൽ നാളെ രാവിലെ 8 മണിയാവുമ്പോ ഞാൻ ഇങ്ങോട്ട് വണ്ടി അയക്കാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ഈ പറഞ്ഞ സ്റ്റുഡിയോ ഇവിടെ അടുത്തല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നാളെ അവിടെ വരുമ്പോ രാധികയ്ക്ക് ഞാനൊരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്. സർപ്രൈസോ? തിരിച്ചു വന്നിട്ട് അതെന്താണെന്ന് രാധിക പറയും. അതുവരെ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ചായ എടുക്കാം, കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഈ നേരത്ത് ചായ പതിവില്ല. എന്നാ നമുക്ക് നാളെ കാണാം. ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് നാളെ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ്. ശരി, എന്നാ ബൈ. ശരി.
എന്ത് സ്നേഹമുള്ള സ്ത്രീയാ. ഏറ്റവും വലിയ ശത്രുക്കളാ ഏറ്റവും വലിയ സ്നേഹം കാണിച്ച് നമ്മുടെ മുന്നിലേക്ക് വരിക. വലിയ വലിയ നടികൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, കൂട്ടിരിക്കാൻ വിളിക്കുന്നു. ഇനിയിപ്പൊ ഇവളുടെ അഹങ്കാരം കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവര് പോയാലേ ഈ നാട്ടില് വേറെ സിനിമക്കാര് വരും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പുറകെ പോയാലേ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോ? മോളതൊന്നും കാര്യാക്കണ്ട. അവര് നല്ല മനസ്സോടെ വിളിച്ചത്, അതുകൊണ്ട് പോകണം. സത്യസന്ധമായി നമ്മളെ തിരിച്ചറിയുന്നവരുടെ സ്നേഹമാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. എന്റെ വീട്ടുകാർ വന്നത് വരുണിന് തീരെ ഇഷ്ടമായില്ല അല്ലേ? ഇല്ല. എന്നോടുള്ള ദേഷ്യം എന്റെ വീട്ടുകാരോടും ഉണ്ടോ? അവര് തന്നെ പോലെ കുഴപ്പക്കാരായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പാവങ്ങളാ. ചില വേഷം കെട്ടലുകളൊക്കെ അവർക്ക് നടത്തിയല്ലേ പറ്റൂ. വരുൺ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എല്ലാവരും നിൽക്കുമ്പോ പോലും തന്റെ ശബ്ദം കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ തനിച്ചത് കേൾക്കാന്ന് പറയുമ്പോ തന്നെ എന്തൊരു ബോറാത്. ശരി, വരുൺ പറയുന്നത് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ലെന്നാ. അതെ, അത് തന്നെയാ. ശരി, ഞാനതിന് കാരണം ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. അത് ഞാൻ വാക്കു തരുന്നു. താങ്ക്സ്. പക്ഷേ ഞാൻ ഈ ത്യാഗം സഹിക്കുന്നതിന് എന്താ കൂലി? എന്ത് ത്യാഗം? ഈ ഭാര്യയെ വേഷം കെട്ടല ത്യാഗമല്ലേ? അച്ഛനമ്മമാരടുത്ത് വേഷം കെട്ടുന്നതും ത്യാഗമാണ്. കൽപ്പന ചേച്ചി ഏട്ടന്റെ കാര്യത്തിൽ ത്യാഗം ചെയ്യുന്നത് പോലെ വരുണിന്റെ ജീവിതത്തില് ഞാനും ത്യാഗം ചെയ്യുന്നു. ഏട്ടന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, വരുൺ എഴുന്നേക്കാൻ പറ്റും. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഓഹോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അത് കണക്ട് ചെയ്ത് സംസാരിക്കാനും അറിയാം. നല്ല കാര്യം. ദേ, എനിക്ക് വേണ്ടി ഇയാൾ ഒരു ത്യാഗം സഹിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഈ നിമിഷം തനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാ ഞാൻ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തരാം. ദേ, വെറുതെ ജീവിതം ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.